സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ആശുപത്രികളുടെയൊക്കെ പോരായ്മകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും അത്തരത്തിലുള്ള പോരായ്മകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ഈ ഹൃദ്രോഗ വിഭാഗത്തിൻ്റെ അവിടെയാണ് ആ ഒരു കെട്ടിടത്തിലാണ് വലിയ രീതിയിൽ ചോർച്ച ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മാത്രമല്ല കെട്ടിടങ്ങൾ പലതും ഈ ഒരു കാലപ്പഴക്കത്താൽ ദ്രവിച്ച സാഹചര്യമാണ്. സിമൻ്റ് എല്ലാം പോയി അതിൻ്റെ കെട്ടിടത്തിൻ്റെ കമ്പിയെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ കോളേജ് ചില കെട്ടിടങ്ങൾ നിൽക്കുന്നത്. പ്രധാനമായി ഒരു ഹൃദ്രോഗ വിഭാഗത്തിൻ്റെ കെട്ടിടങ്ങളൊക്കെ അത്തരത്തിൽ കാലപ്പഴക്കം കൊണ്ടും അതുപോലെ തന്നെ സ്ഥിരമായി മഴ പെയ്ത് വെള്ളം ചോർന്ന ഈ ഒരു ഭിത്തികൾക്കെല്ലാം ബലക്ഷയം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലുമൊക്കെ നിൽക്കുന്നത്. നിരവധി രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെയാണ് ഈ ഒരു മെഡിക്കൽ കോളേജിൽ ഈ ഒരു കെട്ടിടത്തിൽ, പ്രത്യേകിച്ചും ഹൃദ്രോഗ വിഭാഗം എന്ന് പറയുമ്പോൾ അത്രത്തോളം ആളുകൾ എത്തുന്ന ഒരു കെട്ടിടം കൂടിയാണ്. ആ ഒരു കെട്ടിടത്തിൽ എത്തുന്നത് ഏത് നിമിഷവും അത് നിലംപൊത്താവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം സ്ഥിരമായി മഴ പെയ്തു കഴിഞ്ഞാൽ അത്തരത്തിൽ വലിയ ഒരു ദുരന്തം സംഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആളുകളടക്കം പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. വളരെയധികം ദ്രവിച്ചിരിക്കുന്നു പല കെട്ടിടങ്ങളും. നിരന്തരം മഴ പെയ്ത് ചോർന്നൊലിച്ചുകൊണ്ട് ഈ ഭിത്തികളെല്ലാം തന്നെ പായൽ പിടിച്ച ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പക്ഷേ അപ്പോഴും അധികാരികൾ കണ്ണടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അധികാരികൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത് എന്നുള്ളതാണ്. നാട്ടുകാരടക്കം പലരും ഇതിലിപ്പോൾ പരാതിപ്പെടുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പല ആംബുലൻസ് ഡ്രൈവർമാരും വലിയ പരാതിയാണ് ഈ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും രോഗികളെ എത്തിക്കുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും ചികിത്സ വൈകിപ്പോകുന്നു എന്നുള്ളൊരു പരാതി പല പ്രാവശ്യം ഇവർ ഉന്നയിച്ചതാണ്. 10 മിനിറ്റോളം രോഗിയെ ആംബുലൻസിൽ തന്നെ കിടത്തേണ്ട അവസ്ഥ വന്നു എന്ന പല ആംബുലൻസ് ഡ്രൈവർമാരും നമ്മോട് വെളിപ്പെടുത്തിയാണ്. ഇത്തരത്തിൽ നിരന്തരമായി മെഡിക്കൽ കോളേജുകൾക്കെതിരെ ആരോപണം ഉയരുന്ന ഒരു സാഹചര്യമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ഈ ആരോപണത്തിലൊട്ടും പിന്നിലല്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കുറച്ച് ദിവസങ്ങളായി മനസ്സിലാക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാകും അത്രത്തോളം ദ്രവിച്ച് പഴകിയ കെട്ടിടങ്ങൾ ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ അന്തരീക്ഷം. അത് ശരിക്കും പൂട്ടിയിടണം, അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാക്കി പൂട്ടിയിടണം. രോഗികളെ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാരുടെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആരോഗ്യരംഗത്ത് കെട്ടിടങ്ങൾക്ക് സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഇത് പല സമയങ്ങളിലായി ഉത്തരവാദപ്പെട്ടവർക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ അതിന് വേണ്ട രീതിയിൽ ആ കെട്ടിടം സംരക്ഷിക്കുന്നതിനോ വേണ്ട നടപടികൾ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും അതുപോലെ ചെസ്റ്റ് ആശുപത്രിയിലാണ് കൂടുതലായി ഇത്തരത്തിലുള്ള 2-3 ബിൽഡിങ്ങുകൾക്ക് ചോർച്ച കണ്ടുവരുന്നത്. അതിൻ്റെ പുറത്ത ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മതിലിലേക്ക് വെള്ളം വരുന്നുണ്ട്, ചെമുരുമ്പിലേക്കും വെള്ളം ഒഴുകി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ചുമരിൻ്റെ ബലക്ഷയം ഉണ്ടാവുകയും പെട്ടെന്ന് ചെമുര് വീഴുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണേണ്ടി വരും. അത് വലിയ അപകടങ്ങളിലേക്ക്, ഇപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെയുള്ള അപകടങ്ങൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായി 3-4 ദിവസത്തെ മഴ പെയ്യുമ്പോൾ അവിടെ രോഗികളോ കൂട്ടിയിരിപ്പുകാരോ ഉണ്ടെങ്കിൽ അറിയാതെ കണ്ട് ചിലപ്പോൾ ആ ചെമുര് വീഴുന്നൊരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അടിയന്തരമായി ഫണ്ട് അനുവദിക്കുകയും ഇത്തരത്തിലുള്ള കെട്ടിടം ഉപയോഗിക്കാതെ രോഗികളെയും കൂട്ടിയിരിപ്പുകാരെയും ഒന്നും കടത്താതെ അത് പൂട്ടിയിടണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ പരിസരത്തേക്ക് പോകും, അവിടെ ബോർഡ് വെക്കണം, കെട്ടിടം പൂട്ടിയിടണം എന്നാണ്. അപ്പോൾ അവിടേക്ക് ആരും പോകില്ല. അതിന് മുന്നറിയിപ്പുകൾ പല ഘട്ടങ്ങളിലും PWDയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോ അവിടെ ഉപയോഗിക്കരുത് എന്ന് ബോർഡ് വയ്ക്കുന്നില്ല. പൂട്ടിടാൻ പോലും 50 രൂപയുടെ പൂട്ട് മേടിച്ച് പൂട്ടിട്ടാൽ ഒരുപക്ഷെ അതില്ലാത്ത ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാം. അത്രയും പോലും ചെയ്യാൻ ഉത്തരവാദപ്പെട്ട അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരവും നമുക്ക് വളരെ ദുഃഖകരവുമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇടപെടൽ വേണമെന്നുള്ളൊരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. അത്തരം വലിയ പ്രതിഷേധങ്ങളൊക്കെ ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിനെ കണ്ടുതുറക്കണം. സർക്കാർ ഇത് കണ്ട് മനസ്സിലാക്കി, ഈ ഒരു ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കി കൃത്യമായ രീതിയിലുള്ള നല്ല സൗകര്യമുള്ള കെട്ടിടങ്ങൾ അത് പുനർനിർമ്മിച്ച് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പൊതുവെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ പറ്റി ആളുകൾക്കും പറയാനുള്ളത്.